ഹലോ, ആദ്യം തന്നെ സോറി. ഞാനൊരു മേക്ക് ഓവർ ചെയ്തിട്ട് വീഡിയോ ഇടാൻ ഇത്ര വൈകി എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ റിസൾട്ട് ഒന്ന് നന്നായിട്ട് വെയിറ്റ് ചെയ്തു എന്ന് പറയാം. പിന്നെ കുറച്ച് തിരക്കായിപ്പോയി. അപ്പോൾ ഇതിപ്പോൾ നമ്മുടെ ചേർത്തല മുട്ടമ്പള്ളിയുടെ പുറകിൽ കിൻഡർ ഗാർഡനോട് ചേർന്ന് മരിയ ബ്യൂട്ടി പാർലർ എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ ബ്യൂട്ടി പാർലറുണ്ട്. ഡോണ്ട് അണ്ടർ എസ്റ്റിമേറ്റ് ദ വലിപ്പം. ചെറുതാണെന്ന് കരുതി നിസ്സാരക്കാരനാക്കല് കേട്ടോ. ഞാൻ ഇതിനു മുമ്പും ചേർത്തലയിൽ പല സ്ഥലങ്ങളിലും മുടി സ്മൂത്തനിങ് ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്ക് ഭയങ്കര കോല് പോലെ വരികയും ഭയങ്കരമായിട്ട് ഹെയർ ഫോൾ ആവുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ പിന്നീട് ഞാൻ അങ്ങോട്ട് ട്രൈ ചെയ്യാൻ പോയില്ല. ഇപ്രാവശ്യം നമുക്ക് നിശ്ചയിച്ചിട്ട് ഇടയ്ക്ക് പോകാമെന്ന് ആൻസിമോൾ പറഞ്ഞപ്പോൾ ഞാൻ നോ പറഞ്ഞില്ല. പക്ഷേ ഞാൻ ഒട്ടും ഡിസപ്പോയിൻറ്റഡ് ആയില്ല കേട്ടോ. എൻ്റെ ബേസിക്കലി കേളി ഹെയർ ആണ്. ഇടയ്ക്കൊക്കെ ഞാൻ സ്മൂത്തനിങ് ചെയ്യാറുണ്ട്. 2 പ്രാവശ്യം ചെയ്തു, ഇത് 3ാമത്തെ പ്രാവശ്യമാണ്. ഞാൻ ചേച്ചിയുടെ ഒറ്റ ഡിമാൻഡേ പറഞ്ഞുള്ളൂ, നല്ല ബെസ്റ്റായിട്ട് ചെയ്യണം, പക്ഷേ ഒരു നാച്ചുറൽ ലുക്ക് തോന്നണം. ചേച്ചി പറഞ്ഞു ഓക്കേടാ, സിമ്പിളാണ്, അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ സ്റ്റാർട്ടിങ് തന്നെ 3500 ആണ്. ചേച്ചിയായിട്ട് നല്ല ഫ്രണ്ട്ലി ആയിട്ട് സംസാരിച്ചിട്ട് ചെയ്തതും കഴിഞ്ഞതും ഒന്നും അറിഞ്ഞില്ല കേട്ടോ. ഞാനൊരു നാച്ചുറൽ ലുക്കാണ് പറഞ്ഞത്. ഫസ്റ്റ് ടൈം നമ്മളിങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഒരു കുറച്ച് ഗ്ലൈസിങ് ആൻഡ് ഭയങ്കര ഒരു എന്താ പറയുക, ഒരു ഓർഗാനിക് ലുക്ക് ഫീൽ ചെയ്യത്തില്ല. പക്ഷേ ആഫ്റ്റർ ഒരു 2-3 ഡേയ്സിന് ശേഷം ഞാൻ വാഷ് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര ഈസി ആയിട്ട് എന്താ പറയുക മാനേജ് ചെയ്യാൻ പറ്റുന്ന ഹെയർ ആയിരുന്നു. ആൻസിമോൾ ഉണ്ട് കേട്ടോ. ഇത് ആമിക്കുട്ടി, നമ്മുടെ ഗീതുവിൻ്റെ കസിൻ. ആമിക്കുട്ടി വിറച്ചിരുന്നൊക്കെയാണ് ഹായ് പറയുന്നത്. അന്ന് ആദ്യമായിട്ടാണ് എന്നെയും ആൻസിമോളെയും ആമിക്കുട്ടി കാണുന്നത്. അതിൻ്റെ ഒരു ചെറിയ ടെൻഷനൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് നിഷ ചേച്ചിയുടെ കൂടെ ഇരുന്ന് ടൈം പോയത് അറിഞ്ഞില്ല. നല്ല അടിപൊളിയായിട്ട് ഒരു കസ്റ്റമറിനോട് എന്ന പോലെയല്ല, ഒരു സിസ്റ്ററിനോട് എന്ന പോലെയാണ് ചേച്ചി നമ്മളോട് ഇടപഴകിയത്. ഒരു പീസ്ഫുള്ളായിട്ട് അധികം ആരും ശ്രദ്ധിക്കാത്ത, നഗരത്തിൻ്റെ തിരക്കുകളൊന്നും ഇല്ലാത്ത ഒരു ബ്യൂട്ടി പാർലറാണ് നിങ്ങൾ, അതും അഫോർഡബിൾ റേറ്റിൽ ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നേരെ മരിയയിലേക്ക് പോരും കേട്ടോ. ചേച്ചീനെ കോണ്ടാക്റ്റ് ചെയ്യുക, ചേച്ചി എപ്പോഴും അവൈലബിൾ ആയിരിക്കും. അങ്ങനെ ആമിക്കുട്ടിക്കൊക്കെ ബൈ പറഞ്ഞ് ഞാൻ പോന്നു. ഇത് 3-4 ദിവസം കഴിഞ്ഞ് ഞാൻ ഹെയർ വാഷ് ചെയ്തതിന് ശേഷമുള്ള ഹെയർ ആണ് കേട്ടോ. നമ്മൾ പിന്നെ ഗേൾസിൻ്റെ കാര്യം പറയണ്ടല്ലോ, ഒരു ഹെയറൊക്കെ ഒന്ന് സ്മൂത്താണോ, എന്തെങ്കിലും ഒന്ന് 2 മുടിയുടെ അറ്റം വെട്ടിയാൽ പിന്നെ പട്ടിഷോയായിരിക്കും. ഞാൻ ഈ ഹെയർ കാണിക്കാൻ കാരണം വേറൊന്നുമല്ല, ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ഒരു നാച്ചുറൽ ലുക്ക് തോന്നിയായിരുന്നു കേട്ടോ. അതായത് എന്നെ ഫസ്റ്റ് ടൈം അറിയാത്തവർക്ക് ഇതെൻ്റെ ഒറിജിനൽ ഹെയർ ആണെന്ന് വിചാരിക്കുള്ളൂ.